മാർച്ചിൽ പങ്കെടുക്കുന്ന CSDS സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കന്മാർ, ചങ്ങനാശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ മറ്റ് ഭാരവാഹികൾ, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നമ്മുടെ ചാക്കോ സാറ്, രമ്യ, മറ്റ് CSDSന്റെ നേതാക്കന്മാരെ, പ്രവർത്തകർ, ഈ കഴിഞ്ഞ ദിവസം ചിങ്ങവനത്ത് 2 യുവാക്കളെ, ഒരാൾക്ക് 20 വയസ്സും ഒരാൾക്ക് 25 വയസ്സും മാത്രം, 2 യുവാക്കളെ അവരെ അന്തിക്കടയിലേക്ക് കാത്തു കുടിക്കാനായിട്ട് വന്ന സമയത്ത് നമ്മുടെ ചിങ്ങവനം പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ അവരെ തിരഞ്ഞു പിടിക്കുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവർ പറയുന്നു. എന്നാൽ ഈ 2 ചെറുപ്പക്കാരും മദ്യപിക്കുന്ന ആളുകളെ അവരിതുവരെയും മദ്യപിച്ചിട്ടില്ല. അവരുടെ ഈ പ്രായത്തിനടുത്ത് ഇതുവരെ മദ്യപിച്ചിട്ടില്ല. പക്ഷെ പോലീസ് പറയുന്നത് മദ്യപിച്ചിട്ടുണ്ടെന്നാണ്. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ എടുക്കണം ആദ്യം. നിയമം കാര്യങ്ങളൊക്കെ അറിയാവുന്ന പോലീസുകാരെ മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ മെഡിക്കൽ എടുത്തില്ല. ഇപ്പം ഇവിടെ ബിനു പറഞ്ഞ പോലെ 2 ചെറുപ്പക്കാരെ ബൈക്കിൽ വെച്ച് കണ്ടപ്പോൾ ആ ബൈക്കിൽ നിന്ന് വലിച്ചിറക്കി അവരെ വിളിച്ച് തെറി ഇവിടെ ബിനു പറഞ്ഞു. ഇനി അത് ഒന്നുകൂടെ ഞാൻ വിളിക്കുന്നില്ല. ഇനി അവന്റെ മുഖത്ത് നോക്കി ചിങ്ങവനം കവല വെച്ച് വേണ്ടി വന്ന ഞാൻ വിളിക്കും. ഇവിടെ എല്ലാ പോലീസുകാർക്കും എതിരായിട്ടല്ല ഞങ്ങളുടെ സമരം. എല്ലാ പോലീസുകാരും ഇദ്ദേഹത്തെ പോലെ കുഴപ്പക്കാരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നല്ല ഓഫീസർമാരും പോലീസ് സേനയിലുണ്ട്. പക്ഷെ സിബിച്ചിനെ പോലുള്ള ചില ആളുകൾ ഇത്തരത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതി. എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു, പറഞ്ഞു കുറിച്ചിയിലാന്ന് പറഞ്ഞു. കുറിച്ചി കോളനിയിലാണെന്ന് ചോദിച്ചു. കാരണം കോളനിയാണ് പട്ടികജാതിക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ കോളനിയാന്ന് പറഞ്ഞപ്പോൾ ഇടിയുടെ എണ്ണം കൂടി. അവിടെ വെച്ച് തന്നെ മൃഗീയമായി മർദ്ദിച്ചു. ബൈക്കിൽ നിന്ന് വലിച്ചിറക്കി കാലും കൈയൊക്കെ ഒരഞ്ഞ് വലിയ പരിക്കാണ് വെച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ അവരെ മൃഗീയമായി മർദ്ദിച്ചു. ഇത്തരത്തിൽ ഒരു പീഡനം നടത്തുവാൻ വേണ്ടി എന്ത് കുറ്റമാണ് അവർ ചെയ്തത് എന്ന് പോലീസ് പറയേണ്ടതായിട്ടിരിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ പോലീസിന് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് പോലീസുകാർ വിചാരിക്കുന്നത് മൗഢ്യമാണ്. അത് നിങ്ങൾ അവസാനിപ്പിക്കണം. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ പാവപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തെരഞ്ഞുപിടിച്ച് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായി ഇത്തരം പീഡനങ്ങൾ നടക്കുന്നു. ഈ അടുത്ത കാലത്ത് പരുത്തുംപാറയിൽ വെച്ച് ഒരു ആളെ മദ്യപിച്ച് പിടിച്ചു പോലീസ്. ഇവിടെ കൊണ്ടുവന്നു. മദ്യപിച്ചതിന് ശേഷം, മദ്യപിച്ചു എന്നാണ് പറയുന്നത്, അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ പോലീസ് കരണക്കുറ്റിക്ക് അടിച്ചു. മദ്യപിക്കുന്ന ആളെ കരണക്കുറ്റിക്ക് അടിക്കുന്ന നിയമമില്ല. അത് മാത്രമല്ല, ഒരാളെയും ദേഹത്തടിക്കുവാൻ പോലീസ് ആക്ടിൽ പറയുന്നില്ലെന്ന് ഇവന്മാർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. നമ്മുടെ കൂടെ നിയമം പഠിച്ച പിള്ളേർക്ക് വിളിക്കുക. ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെ വല്ല എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ അങ്ങനെ എഴുതി കയറിയൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെ നിയമമില്ല. ഒരാളെയും കൈകാര്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ചില കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ പോലീസുകാർ മർദ്ദിച്ചാൽ നമുക്ക് അതിനെ കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ നിരപരാധികളായ ആളുകളെയാണ് പോലീസ് ഇത്തരത്തിലുള്ള ക്രൂരമായി പീഡിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇവിടെ പരുത്തുംപാറയിൽ ഒരു മനുഷ്യരെ 2 കരണക്കുറ്റിക്കും പോലീസ് അടിക്കുക. അടിച്ച ആളിനെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. SI ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. കുട്ടമ്പിള്ള എന്ന് പറഞ്ഞാൽ നീ പൊക്കോളാൻ പറഞ്ഞു. നിനക്ക് 100 രൂപയെ പറ്റിയുള്ളൂ. കുട്ടമ്പിള്ളക്ക് 100 ഉള്ളൂ. മത്തായി പലേനെ ഇവിടെ ഇടിക്കുക. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് പറയാനാണ് CSDSകാർ ഇവിടെ വന്നിട്ടുള്ളത്. ആ പരിപാടിയുമായി മുന്നോട്ട് പോയാൽ അത് നമ്മൾ ഒരു ജനാധിപത്യ സംസ്ഥാനത്ത് പരസ്പരം പോലീസുകാരെയും നാട്ടുകാരും തമ്മിൽ നിരന്തരമായ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കേരളത്തിൽ തന്നെ ഇപ്പോൾ പോലീസിന്, നമ്മുടെ പോലീസ് കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ 7200 ദളിത് പീഡനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതില്
1850 പോലീസ് കേസുകളാണ് പട്ടികജാതിക്കാരെ ദളിതരെ പീഡിപ്പിച്ച സംഭവങ്ങൾ. പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ദളിത് പീഡനങ്ങൾ വർദ്ധിക്കുകയാണ്. അവരുടെ നേതാവായ യെച്ചൂരിക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഈ CPM-ന് കഴിവില്ലെങ്കിൽ യെച്ചൂരിക്ക് കേരളത്തിൽ വരുമ്പോൾ സംരക്ഷണം കൊടുക്കാൻ CSDS തയ്യാറാണ്. അതിനുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ CSDS ഉണ്ട്. ഇവിടെ പല പോലീസ് ഓഫീസർമാർക്കും CSDS-നെ കുറിച്ച് അറിയത്തില്ല. അവരോർക്കുന്നത് പട്ടികജാതിക്കാരുടെ ഏതാണ്ട് ഒരു സംഘടനയാണ്, ഏതോ കുഴപ്പമുണ്ടാക്കുന്ന സംഘടനയാണെന്നൊക്കെയാണ് അവരുടെ ചിന്താഗതി. പക്ഷേ ശരിയല്ല. ഈ ആളുകളുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, അവർക്കെതിരായി ഉണ്ടാകുന്ന അനീതിക്കെതിരെ പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ്, ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇതൊരു ഭീകര പ്രസ്ഥാനമല്ല. മാത്രമല്ല, ഇവിടുത്തെ പോലീസുകാരുടെ കാര്യം പറയണം. കേരളത്തിലെ CPM-ഉം കോൺഗ്രസും പോലെ തന്നെ മെമ്പർഷിപ്പ് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രസ്ഥാനം BJP-യും കൂടെ കഴിഞ്ഞാൽ കേരളത്തിൽ CSDS ആണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു. അത് പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് അനാവശ്യമായി ഈ കുട്ടികളെ കൈകാര്യം ചെയ്ത പോലീസ് ഓഫീസർ ഹരിജൻ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസ് എടുക്കണം. അതിന് ചിങ്ങവനം പോലീസിന് കഴിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. പോലീസുകാർക്ക് തല്ലിയിട്ട് പോലീസുകാർ കേസെടുക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ ഒന്ന് സമീപിക്കും. ഈ കോടതിയും തയ്യാറാകുമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അറിയാം, പട്ടികജാതിക്കാരനെ ജഡ്ജി ആ ബാംഗ്ലൂരിൽ ഒളിച്ചോടി നടക്കുക. കാരണം അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് 10ാം ക്ലാസ് പാസ്സാകാത്തവർ പോലീസുകാർ ബാംഗ്ലൂർ പോയി നിൽക്കുക. ജസ്റ്റിസ് കർണനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത പോലീസുകാരവിടെ പോയി നിൽക്കുക. അപ്പം നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും ഇവിടെ യാതൊരു പ്രാധാന്യമില്ല. ഇന്ത്യയിലെമ്പാടും ദളിതരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ മാത്രമല്ല, ചിങ്ങവനത്ത് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ദളിതരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നടന്ന മർദ്ദനം എന്ന് പറഞ്ഞാൽ മൃഗീയമാണ്. 2 ചെറുപ്പക്കാർ ഇത്രമാത്രം പോലീസ് ക്രൂരമായി മർദ്ദിക്കാൻ അവർ ഏത് സെക്ഷനിൽപ്പെട്ട ആളുകളാണ്? 302 പെട്ടിട്ടുണ്ടോ? 307-ലുണ്ടോ? 326-ഉണ്ടോ? റേപ്പ് കേസിലുണ്ടോ? മോഷണ കേസിലുണ്ടോ? ഏത് കേസിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്? ഏത് കേസിലാണ് അവരെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിച്ചത്? ഈ പോലീസ് സ്റ്റേഷന്റെ അണ്ടറിൽ വെച്ച്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, പോലീസ് എന്ന് പറയുന്നത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളുടെ നികുതി പണം കൂടെ കൂടിയാ, അല്ലാതെ പോലീസുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയല്ല. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളടക്കമുള്ള കൂലിപ്പണിക്കാരുടെ നികുതിയിൽ നിന്ന് ലഭിച്ച പണം ആണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ലഭിക്കുന്നത് എന്നവർ മനസ്സിലാക്കണം. മാത്രമല്ല, കാക്കി എന്ന് പറയുന്നതിന് ഒരു സമയപരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ഇത് ഊരി വെക്കേണ്ടതായിട്ടും വരും. അവിടെ ഒരു പ്രശ്നമുണ്ട്. കാക്കി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ ഇട്ടോണ്ട് കിടന്ന് എന്ത് കാര്യങ്ങളും ചെയ്യാം എന്ന ലൈസൻസ് ആയിട്ട് ആരും കരുതണ്ട. മാത്രമല്ല, 55 കഴിയുമ്പോൾ പെൻഷൻ ആകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും അങ്ങനെ പെൻഷനായ ആളുകളെ കാണാൻ പോയിട്ടുമുണ്ട്. വീട്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ പല വീടുകളിലും പോയിട്ടുമുണ്ട്. അവർക്കൊക്കെ അറിയാം. അവർ ചോദിച്ചാൽ പറയും. കോട്ടയത്ത് 1-2 സംഭവങ്ങളുണ്ട്. അവർ ചോദിച്ചാൽ പറയും പോലീസുകാരെ. ഇവിടെ പോലീസുകാരുമായ ഒരു അറ്റാക്കിന് ഞങ്ങളില്ല. കാരണം അങ്ങനെ ഒരു സംവിധാനമല്ല CSDS, അങ്ങനെ ഒരു പ്രസ്ഥാനമല്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടികളെ അടിച്ചാൽ അടിക്കുന്നവന്റെ കരുണ തിരിച്ചടിക്കുമെന്ന് അതിന് വെളിയിൽ നിന്നും ആള് വരുന്നുണ്ട്. ചിങ്ങവനത്ത് അതിനുള്ള സംവിധാനങ്ങൾ CSDS ഉണ്ട്. ചിങ്ങവനത്തെ ഇവിടുത്തെ പറയാനെയും മുലയനെയും കുറിച്ച് ഇവിടുത്തെ SI-യും ഇവിടുത്തെ സർക്കിളും DYSP ഒക്കെ ഒന്ന് അന്വേഷിക്കുന്ന ഒന്നായിരിക്കും. ചിങ്ങവനത്തെ ഇവിടുത്തെ പട്ടികജാതിക്കാരുടെ ചരിത്രം നിങ്ങളൊന്ന് അന്വേഷിക്കുന്ന ഒന്നായിരിക്കും. പോലീസുകാർക്ക് സംരക്ഷണം കൊടുത്ത ആളുകളാണ് ഇവിടുത്തെ പറയരും മുലയരും. അവരുടെ കുഞ്ഞുങ്ങളെ മൃഗീയമായി മർദ്ദിച്ച് അവരെ കൈകാര്യം ചെയ്ത് അവരെ ഇവിടെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം ആണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, CSDS-നെ അടിച്ചൊതുക്കി കൊടുക്കാമെന്ന് ഇവിടുത്തെ SI എന്തെങ്കിലും കാര്യങ്ങൾ CPM-കാരോട് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. ഇപ്പൊ CPM-കാരുമായി ഒരു ധാരണയിലാണ് പോലീസ് പോകുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ എന്നോട് ഒരു DYFI-യുടെ സെക്രട്ടറി അവിടെ ഇരിക്കുന്നത്. ഞാൻ DYFI-യുടെ സെക്രട്ടറിക്ക് ഇവിടെ കാര്യം അദ്ദേഹം SI ആന്ന് പറഞ്ഞു. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ സർക്കിൾമാര് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാന്നാ പറയുന്നത്. ഇത് മുമ്പിരുന്നവരാ. പക്ഷേ ഇവിടെ CPM ഭരിക്കുന്നത് കൊണ്ട് എന്ത് തോന്നിവാസവും നടത്താം എന്ന് ആണെങ്കിൽ അത് അനുവദിക്കാൻ കേരളത്തിലെ പട്ടികജാതിക്കാർ ഇനി തയ്യാറല്ല. ഒരുപാട് കാലം ഞങ്ങൾ അനുഭവിച്ചു. ഒരുപാട് കാലം പോലീസുകാരുടെ മർദ്ദനമേറ്റു. ഒരുപാട് കാലം ഇവിടുത്തെ മേളാനന്മാരുടെ മർദ്ദനമേറ്റു. സവർണ്ണ മാടമ്പികളുടെ മർദ്ദനമേറ്റു. ഞങ്ങളുടെ ആളുകളൊക്കെ ഒരുപാട് മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും അക്രമം ഉണ്ടായാൽ ആ അക്രമത്തെ ചെറുക്കാനും ആ ആക്രമിക്കുന്ന ആളെ തിരിച്ചടിക്കാനുമുള്ള തന്റെ ഇടം കേരളത്തിലെ CSDS-കാർക്ക് പ്രത്യേകിച്ചുണ്ട് എന്ന് പോലീസുകാർ നല്ലവണ്ണം മനസ്സിലാക്കണം. ഇവിടെ പോലീസുകാരെ സംബന്ധിച്ചോളം പോലീസുകാർ ചെയ്യുന്നത് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലേക്ക് പട്ടികജാതിക്കാരൻ ചെന്നാൽ
ഏതെങ്കിലും നേതാവ് എന്നാൽ പോലും അവരെ പരിഗണിക്കുന്നില്ല. അവർ വലിയ ബുദ്ധിമുട്ട്, അവരുടെ കസേരയൊക്കെ കുഴപ്പമാകുന്ന അവർ ചാണകം തെളിക്കുക ഞങ്ങൾ പോയാൽ ഉടനെ കുറെ പോലീസുകാർ. പിന്നെ പാവപ്പെട്ട ഞങ്ങളുടെയും കുറെ പോലീസുകാരുണ്ടായിരിക്കും, പക്ഷേ അവരുടെ ഒന്നും വായിൽ നാക്കില്ല. കാരണം പറഞ്ഞ് അവന് പണി പോകുന്നുള്ളതുകൊണ്ട് അവർ മിണ്ടുന്നില്ല. പല ഓഫീസർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പോലും പോലീസ് സ്റ്റേഷൻ നീതിയില്ല. ഇവിടെ ജാതിയാണ് പോലീസ് സ്റ്റേഷൻ നടക്കുന്നത്, ജാതിയും രാഷ്ട്രീയവും. ഇവിടെ ജാതിയും രാഷ്ട്രീയവും മാത്രമാണ് നിലനിൽക്കുന്നത്. ചിങ്ങവരം പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, കോട്ടയത്ത് കഴിഞ്ഞിടെ ഞങ്ങൾ ഹർത്താൽ നടത്തി. ആ ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാർ പറയുന്നത് CSCS ഹർത്താൽ നടക്കും, ഭയങ്കര പോലീസ് ബന്ദോബസ്ത്, മറ്റൊരു നടത്തുമ്പോഴൊന്നും പ്രശ്നമില്ല.